Ladies and gentlemen, welcome back. Snagro Opinion University Literature and Contemporary World എന്നതിൻ്റെ വളരെ ഷോർട്ടായിട്ടുള്ള ഒരു മൊത്ത വേർഷനാണ് ഇപ്പം നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു PDF രൂപം ഞാൻ ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ടെലഗ്രാം ലിങ്ക് ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. യൂട്യൂബിൻ്റെ ഡിസ്ക്രിപ്ഷൻ, വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിലല്ല, ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കിടക്കുന്നുണ്ടാവും. അവിടെ പോയതപ്പോൾ ഓക്കെ. അപ്പോൾ വിത്തൗട്ട് എനി ഫർദർ ഡിസ്കസ് സ്റ്റാർട്ട്. ബ്ലോക്ക് 1 എന്നുള്ളത് ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ദ മൊമെൻ്റ് എന്നുള്ളതാണ് ആദ്യത്തെ പാഠം. അതൊരു പോവാണ്. അത് മാർഗരറ്റ് അറ്റ്വുഡാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ പോയത്തിലൊന്നുമില്ല. മാർഗരറ്റ് അറ്റ്വുഡ് മനുഷ്യന് പ്രകൃതിയുമായിട്ടുള്ള ബന്ധവും മനുഷ്യൻ്റെ അരഗൻസിനെ കുറിച്ച് സംസാരിക്കുന്നതാണ്. അപ്പോൾ കവിതയുടെ ഷോർട്ട് ഫോം എങ്ങനെയാണ്, ഇത് PDF ഇല്ലാത്ത സാധനമാണ്, അതിനാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്. അപ്പോൾ അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, തുടക്കത്തിൽ പ്രകൃതി ഒരു സ്ഥലത്തിൻ്റെ റൂമിൻ്റെ സെൻറ്ററിൽ അല്ലെങ്കിൽ ഒരു ഏക്കറിൻ്റെ സെൻറ്ററിൽ ഒരു വലിയൊരു സ്ഥലത്തിൻ്റെ സെൻറ്ററിൽ നിന്നിട്ട് മനുഷ്യൻ ശ്വാസം വിട്ടിട്ട് പറയുകയാണ്, ഇതൊക്കെ എൻ്റെതാണ്, ഐ ഓൺ ദിസ്, ഇതൊക്കെ എൻ്റെതാണ് പറയും. അപ്പോൾ പ്രകൃതിക്ക് ദേഷ്യം പിടിയും. പ്രകൃതി മൂപ്പരെന്ന് കൈ ഒഴിയും. മൂപ്പരെ വേണ്ട, ഇയാൾ ശരിയില്ല, കാരണം എന്നെ മനുഷ്യനൊക്കെ എത്രയോ ജനറേഷൻ കണ്ട് നമ്മളിവിടെ വന്നതാണ്, നിനക്ക് മുമ്പേ നമ്മളിവിടെ ഉണ്ട്, അപ്പോൾ നമ്മളാണ് ശരിക്കും ഇതിൻ്റെ അവകാശികൾ. അപ്പോൾ നമ്മൾ മനുഷ്യനെ കൈ ഒഴിയുന്ന പ്രകൃതിയെയാണ് ലാസ്റ്റിലേക്ക് കാണിക്കുന്നത്. അപ്പം ഇതിൻ്റെ തീം എന്ന് പറയുന്നത് പ്രകൃതിയും ഹ്യൂമൻ ബീങ്സും തമ്മിലുള്ള കണക്ഷൻ ഉണ്ട്. ആ കണക്ഷൻ നമ്മൾ മനസ്സിലാക്കണം. നമ്മളല്ല സിഗ്നിഫിക്കൻ്റ്, നേച്ചറും സിഗ്നിഫിക്കൻ്റ് ആണ് എന്ന് മനസ്സിലാക്കലാണ് അതിൻ്റെ കോർ തീമായിട്ട് വരുന്നത്. തീം ജസ്റ്റ് എടുത്തു പറയുകയാണെങ്കിൽ ദ എഫക്റ്റ് ദ കണക്ഷൻ ബിറ്റ്വീൻ ഹ്യൂമൻ ആൻഡ് ഇക്കോളജിക്കൽ ഹെൽത്ത്, അതായത് പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള കണക്ഷൻ. പിന്നെ അർജൻസി ഓഫ് പ്രൊവക്കേറ്റീവ് മെഷേഴ്സ്, ഈ പ്രകൃതിയെ നമ്മളെ പൂർണ്ണമായി കൈയൊഴിയുന്നതിന് മുമ്പ് നമ്മൾ അതിനെ തിരിച്ചു പിടിക്കാൻ ശ്രമിക്കണം എന്നുള്ള ഒരു ആശയം പറയുന്നുണ്ട്. അതേപോലെ ഡിറ്റർമിനൽ എഫക്റ്റ് ഓഫ് എൻവയോൺമെൻറ്റൽ നെഗ്ലക്റ്റ്, പ്രകൃതിയെ വെറുതെ ആക്കിയാൽ അത് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ അതിൽ ചർച്ച ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ് എന്ന് പറയുന്നത് എക്കോളജിക്കൽ ഇംബാലൻസ്, കൺസർവേഷൻ ഇഫക്ട്സ്. ഓക്കെ, എക്കോളജിക്കൽ ഇംബാലൻസ് പറഞ്ഞാൽ മനുഷ്യന്മാർ ഇടപെടുന്നത് കൊണ്ട് എക്കോളജി, പ്രകൃതി നശിച്ചു പോകുന്നു, ബാലൻസ് എല്ലാം തെറ്റുന്നു. കൺസർവേഷൻ ഇഫക്ട്സ്, എത്രയും പെട്ടെന്ന് നമ്മൾ ഇടപെട്ടില്ലെങ്കിൽ പ്രകൃതി ഇല്ലാതായി പോകും. അടുത്തത് യൂണിറ്റ് 2 ഓൾമോസ്റ്റ് എവറിത്തിങ് ഈസ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞ് ഗ്രെറ്റ തൺബർഗിൻ്റെ ഒരു സ്പീച്ചാണ്. ഒന്നുമില്ല, ഗ്രെറ്റ തൺബർഗിനെ നിങ്ങൾക്ക് അറിയായിരിക്കും, ക്ലൈമറ്റ് ചേഞ്ചിന് വേണ്ടി സംസാരിക്കുന്ന ഒരാളാണ്. മൂപ്പര് പ്രധാനപ്പെട്ട ഒരു സ്പീച്ചാണിത്, പാർലമെൻറ്റിൽ വെച്ചിട്ട് സംസാരിച്ചിട്ടുള്ളതാണ്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഡീറ്റെയിൽ ആയിട്ടുണ്ട്. അപ്പോൾ ഈ സ്പീച്ചിലൊന്നും പറയുന്നില്ല. കാര്യമായിട്ട് പറയുന്നത് വെച്ചാൽ മൂപ്പര് സ്കൂളിൽ പോയി പഠിക്കുന്ന സമയത്ത് മൂപ്പര് ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച് ഒരുപാട് കേട്ടു. അപ്പോൾ മൂപ്പർക്ക് സംശയം, 8ാം വയസ്സിലാണ് ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച് കേൾക്കുന്നത്. ഇത്രയും വലിയ പ്രശ്നം ഉണ്ടായിട്ട് മനുഷ്യന്മാർക്ക് എന്താണ് ഇതുകൊണ്ട് തീരുമാനം എടുക്കാത്തത് എന്നുള്ള ഡൗട്ടിലാണ് അവരുള്ളത്. അപ്പോൾ ലാസ്റ്റിലേക്ക് അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ പറയുന്നൊരു വാക്കുണ്ട്, ഞാൻ ഇത്രയും കാലം സ്കൂൾ പഠിക്കുന്നത് ഫ്യൂച്ചറിന് വേണ്ടിയിട്ടാണ് അല്ലേ, അപ്പോൾ ഞാൻ ഒരു ഫ്യൂച്ചർ ഇല്ലാതെ ഫ്യൂച്ചറിന് വേണ്ടി പഠിക്കുക എന്നുള്ളത് മണ്ടത്തരമാണ്, അതുകൊണ്ട് ഫ്യൂച്ചറിന് വേണ്ടി പ്രവർത്തിക്കാം എന്നൊരു ഉദ്ദേശം വെച്ചിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ഈ ഒരു ക്ലൈമറ്റ് ആക്ടിവിസ്റ്റ് ആയിട്ട് മാറുന്നത്. ആര്, നമ്മുടെ ഗ്രെറ്റ തൺബർഗ്. അപ്പോൾ ആ ഒരു സ്പീച്ചാണ് ഫ്യൂച്ചർ ഇല്ലാത്ത ഒരു ഫ്യൂച്ചറിലേക്ക് നമ്മൾ ഇരുന്നിട്ട് കാര്യമില്ല, അതുകൊണ്ട് ഫ്യൂച്ചറിന് വേണ്ടി പെട്ടെന്ന് നമ്മൾ ഇടപെടണം എന്ന് പറയുന്ന ഒരു ചെറിയ സ്പീച്ചാണ് അതിൽ കാര്യമായിട്ട് പറഞ്ഞത്. അപ്പം ഇതിൻ്റെ തീമായിട്ട് വരുന്നത് എന്താണ്, ക്ലൈമറ്റ് ആക്ടിവിസം ദ ഫെയിലിയർ ഓഫ് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നില്ല, അതിനാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ മറ്റൊന്ന് കോറായിട്ട് പറയുന്ന ഇതിലൊരു വിഷയമാണ്, ഇദ്ദേഹം നമ്മുടെ ഈ ഗ്രെറ്റ തൺബർഗ് കോദർ ചെയ്തിട്ടൊരു പുസ്തകമുണ്ട്. അതിൻ്റെ ഉദ്ദേശം, അതിൻ്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത് നോ വൺ ഈസ് ടു യങ് ടു മേക്ക് എ ചേഞ്ച്. ഒരു വ്യത്യാസം ഉണ്ടാക്കാൻ ആരും വയസ്സ് കുറഞ്ഞുകൂടി എന്ന് വ്യത്യാസം ഇല്ല, ആർക്കും ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റും എന്ന് പറയുന്നൊരു സംഭവമാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയ ഫോക്കസ് പോയിന്റ് എന്ന് പറയുന്നത് ക്ലൈമറ്റ് ചേഞ്ച് ഒരു സീരിയസ് ഇഷ്യൂ ആണ്. ക്ലൈമറ്റ് ക്രൈസിസ് ഉണ്ട്, ഓസോൺ പാളി പൊളിയുന്നുണ്ട്, പ്രകൃതി നശിക്കുന്നുണ്ട്. അപ്പം ഭാവി എന്ന സാധനം ഇല്ലാതെ ഭാവിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ ഭാവിക്ക് വേണ്ടി എത്രയും പെട്ടെന്ന് നമ്മളെല്ലാവരും പ്രവർത്തിക്കണം. മനുഷ്യന്മാർ ഇത്രയും സീരിയസ് ആയ വിഷയം കണ്ടിട്ട് തോന്നുന്നത് ഇടപെടാത്തത്, വൈ ആർ ഹ്യൂമൻ നോട്ട് കൺസേൺഡ് അബൌട്ട് ദിസ് എന്നൊക്കെയുള്ള സംശയമാണ് ഈ ഒരു വലിയ പാഠത്തിൽ ഉള്ളത്. അടുത്തത് ബ്ലോക്ക് 2 ടെക്നോളജി ആൻഡ് ഹ്യൂമൻ ലൈഫ്, അതായത് നമ്മൾ AI അങ്ങനത്തെ റിലേറ്റഡ് സാധനങ്ങൾ ചേർത്തിട്ടുള്ള സാധനമാണ്, വളരെ സിമ്പിൾ സാധനമാണ്. അപ്പോൾ അതിലൊന്ന് യൂണിറ്റ് 1 എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന പേരിൽ ഗാരത്ത് സൗത്ത്വെൽ എഴുതിയിട്ടുള്ള ഒരു ചെറിയ എസ്സേ ആണ്. അതിലൊന്നുമില്ല, അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിനെയും കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ മൂപ്പര് ആ പുസ്തകം എടുക്കുക വായിക്കുകയാണെങ്കിൽ എല്ലാത്തിനെ കുറിച്ച് ഷോർട്ട് ഡീറ്റെയിൽ കിട്ടും. അതിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് മൂപ്പര് എഴുതിയ ഒരു ഷോർട്ട് വേർഷനാണ്. ഞാൻ സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്പീഡിൻ്റെ ആ സാധനം ക്ലിക്ക് ചെയ്തിട്ട് സ്ലോ ആക്കിയാൽ മതി കേട്ടോ. ഓക്കെ, പിന്നെ എനിക്കൊരു അത്യാവശ്യം ഉണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ഓടിക്കളിക്കുന്നത്. അപ്പോൾ സമ്മറി, അപ്പോൾ എന്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ള ഗാരത്ത് സൗത്ത്വെല്ലിൻ്റെ അതിൽ പറയുന്നത്, ഒന്നുമില്ല, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ലോകത്ത് വന്നാൽ എന്താണ് ഉപകാരം, എന്താണ് ഉപദ്രവം എന്നൊക്കെ ചർച്ച ചെയ്യാണ്. അപ്പോൾ അതിനെക്കൊണ്ട് ആദ്യമായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കണ്ടുപിടിച്ചിട്ടുള്ളത് ഏതൊക്കെയാണ്, അപ്പോൾ ട്യൂറിംഗ് സിസ്റ്റം ആണ്, അലൻ ട്യൂറിംഗ് എന്ന് പറഞ്ഞ ആളുണ്ട്, അതൊക്കെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, ഡീറ്റെയിൽ നോക്കുക. അങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നാലുള്ള ഉപകാരം, അതിനെക്കൊണ്ടുള്ള ഉപദ്രവം. ആദ്യമായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കണ്ടുപിടിച്ചത് ആര്, ഡീപ്പ് ബ്ലൂ എന്ന് പറയുന്ന ഒരു ചെസ്സിൻ്റെ ഗെയിം കളിക്കുന്ന ഒരു IBM ഉണ്ടാക്കിയ ഒരു മെഷീൻ ഉണ്ടായിരുന്നു പണ്ട്. പിന്നെ ഡീപ്പർ ബ്ലൂ എന്ന് പറഞ്ഞിട്ട് ഈ ചെസ്സ് കളിക്കുന്ന ഒരു സാധനം ഉണ്ടാക്കി. ഇത്
വേൾഡ് ചാമ്പ്യനെ വരെ തോൽപ്പിച്ചു. അങ്ങനെ തുടങ്ങി ചർച്ചകളൊക്കെ ചെയ്യുന്ന ഒരു സാധനമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അപ്പോൾ ഇതിൽ നിന്ന് ചോദ്യം വരാൻ സാധ്യതയുള്ളത് എന്താണ് AI കൊണ്ടുള്ള ഉപകാരം, ഗാരറ്റ് സൗത്ത്വെല്ലിൻ്റെ പ്രകാരം എന്താണ് AI കൊണ്ട് ഉപകാരം, എന്താണ് ഉപദ്രവം, അതേകൊണ്ട് എത്തിക്കൽ കൺസേൺസ് ഉണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ള പാഠത്തിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഇമ്പോർട്ടൻറ്റ് ടേംസ് ആയിട്ടുള്ളത് AI തന്നെയാണ്. പിന്നെ എത്തിക്കൽ ഡൈലമാസ്, അതായത് AIക്ക് നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള കപ്പാസിറ്റി ഉണ്ടോ, ഈ കോൺസെപ്റ്റുകളൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു ഭാഗമാണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഗാരറ്റ് സൗത്ത്വെല്ലിൻ്റെ പാഠം. പിന്നുള്ളത് യൂണിറ്റ് 2 ആണ്. മോക്സൺസ് മാസ്റ്റർ ആണ്. ഒന്നുമില്ല, മോക്സൺ എന്ന് പറയുന്ന ചങ്ങായി ഒരു ചെസ്സ് കളിക്കുന്ന ഒരു റോബോട്ടിനെ ഉണ്ടാക്കി എല്ലാ ദിവസവും അതിനോട് കളിക്കുമ്പം ഈ ചെസ്സ് കളിക്കുന്ന റോബോട്ട് ജയിക്കാറുണ്ടായിരുന്നു. ഒരു ദിവസം നമ്മൾ ഈ കഥ പറയുന്ന ആൾ ഈ ആംബ്രോസ് BS ആട്ടോ എഴുതിയത്. ഈ കഥ പറയുന്ന ആൾ ഒരു ദിവസം മഴ പെയ്ത സമയത്ത് ഓടിപ്പോയപ്പോൾ മോക്സൻ്റെ വീട്ടിലേക്കാണ് പോയത്, ഷെഡിലേക്കാണ് പോയത്. അവിടെ പോയപ്പോൾ ഈ റോബോട്ടിനെ കളിച്ചുകൊണ്ടിരിക്കുകയെന്ന് മോക്സൺ പെട്ടെന്ന് ജയിച്ചു വയ്ക്കുക. കമ്പ്യൂട്ടർ തോറ്റായി. കമ്പ്യൂട്ടർ ദേഷ്യം പിടിച്ചു. കമ്പ്യൂട്ടർ കയറി വന്ന് മോക്സൺ അങ്ങോട്ട് കൊന്നു കളഞ്ഞു. ഇയാളെന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. അതാണ് ഇപ്പോൾ ഉണ്ടായത്. ഓക്കെ, അപ്പം AI എന്ത് ചെയ്യാണ്, ഒരാളെ കൊല്ലുന്നു. അപ്പോൾ ഈ ഒരു കാഴ്ചപ്പാടിലൂടെ മൂപ്പര് നൽകുന്ന ഒരു കഥ എന്ന് പറയുന്നതിൻ്റെ ആശയം എന്ന് പറയുന്നത് ടെക്നോളജി വർദ്ധിപ്പിച്ചാൽ AI വലുതായാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്നുള്ള രീതിയിലുള്ള ഒരു ചർച്ച മാത്രമാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മെഷീൻ മാൽഫങ്ഷൻ ഒരു കോർ തീമാണ്, AI കോർ തീമാണ്. ടെക്നോളജിക്കൽ റിസ്കുകൾ, അതായത് നമുക്ക് ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ് ഉണ്ട്, പക്ഷേ ഇത് എത്രത്തോളം റിസ്ക് ഉണ്ടാക്കുന്നു എന്ന കാഴ്ചപ്പാടുകളെല്ലാം ഇതിലൂടെ ചർച്ച ചെയ്ത് പോകുന്നുണ്ട്. അപ്പം മോക്സൺസ് മാസ്റ്റർ ബൈ ആംബ്രോസ് BS. അടുത്തത് ബ്ലോക്ക് 3-ലാണ്. ജെൻഡർ വിഷയത്തിലാണ് ചർച്ച ചെയ്യുന്നത്. സ്ത്രീ ആയതിൻ്റെ പേരിൽ ഉണ്ടായ അടിച്ചമർത്തലുകൾ, അതേപോലെ ഒരു ലോ കാസ്റ്റ് ആയതുകൊണ്ടുള്ള അടിച്ചമർത്തലുകൾ, ഇങ്ങനത്തെ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതാണ്. ഏതായാലും മായ ആഞ്ചലോൻ്റെ സ്റ്റിൽ എ റൈസ് എന്ന പാഠമാണ്. അതായത് ആര് അടിച്ചമർത്തിയാലും ഞാൻ ഇപ്പോഴും പൊങ്ങിക്കൊണ്ടേയിരിക്കും, സ്റ്റിൽ എ റൈസ്, ഇപ്പോഴും ഞാൻ ഉയർന്നുകൊണ്ടേയിരിക്കും, ആർക്കും ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്ന ഒരു കവിതയാണ്. അതിലൊന്നുമില്ല, ഈ മായ ആഞ്ചലോ എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ്, ഒരു കറുത്തവരക്കാരിയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ അദ്ദേഹം ഏറ്റുവാങ്ങിയിട്ടുണ്ട്. റാസിസത്തിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സ്ത്രീ ആയതുകൊണ്ടുള്ള അടിവച്ചമർത്തലുകൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിനെതിരെയൊക്കെ ഒരു ഒരു ഡിഫൈൻസ്, ഒരു എതിർപ്പ് കാണിക്കുകയാണ്. റെസിലിയൻസ്, ഒരിക്കലും തോൽക്കാത്ത ഒരു സ്വഭാവം കാണിക്കുന്ന ഒരു രീതിയാണ് ഈ ഒരു കവിതൻ്റെ ചുരുക്കം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതിൻ്റെ തീം എന്ന് പറയുന്നത് ഓവർകമ്മിങ് അഡ്വേഴ്സിറ്റി. ഒരുപാട് പ്രശ്നങ്ങൾ തരണം ചെയ്തു സ്ത്രീ ആയതിൻ്റെ പേരിലൊക്കെ, അതെല്ലാം ഓവർകം ചെയ്തു, അതെല്ലാം തരണം ചെയ്തു. പിന്നെ പേഴ്സണൽ എംപവർമെൻറ്റ്, ഒരുപാട് കുറവുകളുണ്ടായിരുന്നു, അതെല്ലാം അതൊക്കെ മാറ്റി നമ്മുടെ എംപവർമെൻറ്റിലേക്ക് എത്തി, കൂടുതൽ ഡെവലപ്മെൻറ്റ് ഉണ്ടായി എന്ന ആശയമാണ് ഇതിൻ്റെ അകത്ത് കാര്യമായിട്ട് പറയുന്നത്. അടുത്തതായിട്ടുള്ളത് യൂണിറ്റ് 2 ആണ്. മാസ്കുലിൻ ഓഫ് വെർജിൻ എന്ന് പറഞ്ഞിട്ട് സാറ ജോസഫ് എഴുതിയിട്ടുള്ളതാണ്. കേരളത്തിലുള്ള ഒരു ചെറിയ കഥയാണ്, ഉണ്ടാക്കിയ കഥയാണ്. അത് തീർച്ചയായും അതിനുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ കേരളത്തിലൊരു മൂലക്കിലുണ്ടായിരുന്നൊരു കഥയാണ്. ഒന്നുമില്ല, ഒരു വീട്ടിൽ ഒരു ഫാമിലിയുടെ കഥയാണ്. ഒരു അച്ഛനും അമ്മയും ഉണ്ട്. വളരെ ഡിവോയ്റ്റ് ആയിട്ടുള്ള, അതായത് റിലീജിയസ് ആയിട്ടുള്ള ഫാമിലിയാണ്. അവിടെ ഒരു മകനും മകളും ഉണ്ട്. മകനെ എന്ന് വിളിക്കുന്നത് ഒരു പേര് സെഗാഷ്യസ് സൺ എന്നാണ്. അതേപോലെ മകളെ വിളിക്കുന്നത് വിർജിനൽ ഡോട്ടർ എന്നാണ്. അപ്പോൾ സെഗാഷ്യസ് സണ്ണും വിർജിനൽ ഡോട്ടറും ഉള്ള ഒരു ഫാമിലിൻ്റെ കഥയാണ് പറയുന്നത്. വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ ഒന്നുമില്ല, ഒരു ദിവസം അവരിങ്ങനെ ആരാധിക്കുന്ന, ഒരു ക്രിസ്ത്യൻസാണ്. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്ത് സംഭവിച്ചു വെച്ചാൽ, പെട്ടെന്ന് ഈ സെഗേഷ്യസ് സൺ ഈ മോന് ചോദിക്കുകയാണ്, വാട്ട് ഇസ് ദ മാസ്കുലിൻ ഓഫ് വെർജിൻ എന്ന് ചോദിച്ചു. ഇത് കേട്ടപ്പോൾ ഈ പെൺകുട്ടിക്ക് പെട്ടെന്ന് എന്തോ മാറ്റം ഉണ്ടായി. ഈ വെർജിനൽസ് ഡോട്ടർക്ക് എന്തോ മാറ്റം ഉണ്ടായി. പെട്ടെന്ന് അവരാകെ ക്ഷീണിച്ച് തളർന്ന് എന്തോ ആയി. അവിടെ അച്ഛനെന്തൊക്കെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷേ ഈ അമ്മ ഈ കുട്ടീനെ കണ്ട് ഈ കുട്ടീനെ വേഗം റൂമിൽ കൊണ്ടുപോയി വെച്ചു. അവളാകെ പെയിലായിപ്പോയി. അങ്ങനെ എന്തായാലും രാത്രി ആയ സമയത്ത് അമ്മക്ക് ഉറക്കിട്ടുന്നില്ല. അമ്മ ഓടി വന്ന് മുകളിലോട്ട് ക്യാൻഡിൽ ലൈറ്റും വെച്ച് ഓടി വന്ന് നോക്കിയപ്പോൾ ഡോറ് ലോക്ക് ചെയ്ത് കിടക്കുകയാണ്. കീ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് എന്താ സംഭവിച്ച ഒരു വെളിച്ചവും, ഈ പെണ്ണാകെ വ്യവസ്ഥയായിട്ട് അവളെ ചുറ്റും ഇങ്ങനെ ഡവ്സ് ഈ കിളികൾ, പ്രാവുകൾ ഇങ്ങനെ പറക്കുന്നതായിട്ട് അവൾ കണ്ടു. ഇവളാകെ ഒച്ച ഉണ്ടാക്കി. അപ്പോൾ എല്ലാവരും ഓടി വന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഈ പെണ്ണ് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോഴാണ് അതിൽ മനസ്സിലാവുന്നത് ഈ പെണ്ണ് ആരോ പീഡിപ്പിച്ചിട്ടുണ്ട്, അവർക്കൊരു ആൺകുട്ടി ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ പിന്നെ അപ്പോൾ ഒന്നുമില്ല, അതിൻ്റെ ഒരു ആശയം എന്ന് പറയുന്നത് വിർജിനിറ്റിക്ക് എത്രത്തോളം വില നൽകുന്നു, എന്താണ് സ്ത്രീകൾക്കുള്ള വില, എന്താണ് വിർജിൻ എന്ന് പറഞ്ഞ കോൺസെപ്റ്റിലൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു ടൈപ്പ് സംഭവമാണ്. അപ്പോൾ സാർ ജോസഫാണ് എഴുതിയിട്ടുള്ളത്. ഇതിൽ മെയിൻ വിഷയം ചർച്ച ചെയ്യുന്ന കോർ തീമായിട്ട് നമുക്ക് എടുത്ത് പറയാൻ പറ്റുന്നത് ജെൻഡർ ഇക്വാലിറ്റിയാണ്. അതായത് ആണും പെണ്ണും ഒരേ വാല്യൂ, അത് എത്രത്തോളം നമ്മൾ ചർച്ച ചെയ്യണം എന്നുള്ളത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ റെലവൻ്റ് അല്ല. പിന്നെ ജെൻഡർ സ്റ്റിയോടൈപ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് ആണുങ്ങൾക്ക് ഇന്ന റോളേ പറ്റുള്ളൂ, സ്ത്രീകൾക്ക് ഇന്ന റോളേ പറ്റുള്ളൂ, അങ്ങനത്തെ കാഴ്ചപ്പാടുകളൊക്കെ മാറ്റി വെക്കുന്ന ഒരു ടൈപ്പ് ചർച്ചയാണ് ഇതിൽ ചെയ്യുന്നത്. പിന്നെ ഉള്ളത് യൂണിറ്റ് 3 ആണ്. എ ഡോട്ടർ ഈസ് ബോൺ എന്ന് പറഞ്ഞിട്ട് മലാല യൂസുഫ്സായി എഴുതിയിട്ടുള്ളതാണ്. മലാല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, പാകിസ്ഥാൻ ഒരു സംഭവമായിരുന്നു. വെടിയൊക്കെ കൊണ്ട്, തലക്ക് വെടിയൊക്കെ കൊണ്ട്, പിന്നെ വലിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായി. സ്ത്രീകൾക്ക് വേണ്ടി ജെൻഡർ ഇക്വാലിറ്റിക്ക് വേണ്ടി സംസാരിച്ച സംസാരമാണ്. ഈ സാധനത്തിലൊരു പ്രത്യേക രൂപം നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. എന്തായാലും സംഭവം മനസ്സിലാക്കുക. ഒരു ഡോട്ടർ ഈസ് ബോൺ എന്ന കോൺസെപ്റ്റ് ജെൻഡർ ഇക്വാലിറ്റിക്കെതിരെ, ജെൻഡർ ഇക്വാലിറ്റിക്ക് വേണ്ടി, അതായത് സ്ത്രീകൾക്ക് എഡ്യൂക്കേഷന് വേണ്ടി സംസാരിക്കുകയാണ്. അതാണ് കോർ തീം. ഓക്കെ, ജെൻഡർ ഇക്വാലിറ്റിക്ക് ഉപരി ഈ ഒരു എസ്സേ അല്ലെങ്കിൽ
ഒരു പ്രസൻറ്റേഷൻ അല്ലെങ്കിൽ ഒരു പ്രസംഗം എന്തോ ആവട്ടെ, ഈ ഒരു സംഭവം ടോക്ക് ചെയ്യുന്നത് എന്തിനെ കുറിച്ചാണ്? വുമൺ എംപവർമെൻറ്റ് ത്രൂ എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തിലൂടെ സ്ത്രീകൾക്ക് കൂടുതൽ കപ്പാസിറ്റി കിട്ടുന്നു, അവരെ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്നൊക്കെ പറയുന്ന ഒരു ചർച്ച ചെയ്യുന്ന സാധനമാണ്. അപ്പോൾ എഡ്യൂക്കേഷൻ, വുമൺ എഡ്യൂക്കേഷനാണ് കോർ തീം. ഓക്കെ, അപ്പോൾ അതിൻ്റെ കീ പോയിന്റ് എന്ന് പറയുന്നത് ഒബ്സ്റ്റക്കിൾ ഫേസ്ഡ് ബൈ ഗേൾസ് ഡ്യൂ ടു സോഷ്യൽ നോംസ്. സൊസൈറ്റിയിലെ ഓരോ നോംസ് കാരണം, ഓരോരോ സ്ത്രീകൾ ഇതേ ചെയ്യാൻ പാടുള്ളൂ, അങ്ങനത്തെ ഓരോ കാരണങ്ങൾ കാരണം സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. ദ ഇമ്പോർട്ടൻസ് ഓഫ് എഡ്യൂക്കേഷൻ ഫോർ എംപവർമെൻറ്റ്, അതേപോലെ വിദ്യാഭ്യാസം, അതന്നെ സ്ത്രീകളുടെ വിദ്യാഭ്യാസമാണ് കോർ പോയിന്റ്. അഡ്വക്കസി ഫോർ ഈക്വൽ എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റീസ്, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാം ഒരുപോലെ പഠിക്കാനുള്ള അവകാശങ്ങളുണ്ട് എന്നൊക്കെ പറയുന്ന ഒരു ടൈപ്പ് ഷോർട്ട് വേർഷനാണ് എന്ത് പറഞ്ഞാൽ റൈഫ് ഡിസൈൻ്റെ ഡോട്ടർ ഈസ് ബോൺ. നാലാമതായിട്ടുള്ളത് ബ്ലോക്ക് 4 ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ചൊരു സംസാരമാണ്. ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ച് വളരെ വ്യാപകമായിട്ട് സംസാരിക്കുന്ന ഒരു രൂപരേഖ നിങ്ങൾക്കൊരു ഹ്യൂമാനിറ്റീസ് എന്ന് പേരുള്ള പുസ്തകം തന്നെ ഉണ്ട്. എന്തോ അവിടെ ഫസ്റ്റ് യൂണിറ്റ് ഇഞ്ചുറീസ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. വിജയരാജ്യം മല്ലികയാണ് ഇഞ്ചുറീസ് എന്നുള്ള ഈ കവിത എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഒന്നുമില്ല, അത് ഈ ശിഖണ്ഡികളെന്ന് നമ്മൾ വിളിക്കാറുള്ള, അതായത് ട്രാൻസ്ജെൻഡേഴ്സ് എന്നും പറയാൻ പറ്റുമോ എന്നറിയില്ല, എല്ലാം ഒരു പ്രശ്നമാണ്. എന്തായാലും ശിഖണ്ഡിനി എന്ന പേരുള്ള കോൺസെപ്റ്റും അതുപോലെ തന്നെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ജസ്റ്റ് ഒന്ന് ഡീറ്റെയിൽ വായിക്കുക, അതിനകത്ത് കുറച്ച് ടേംസ് ഉണ്ട്, ടേംസ് ഓർത്ത് വെക്കുക. എന്തോ ആവട്ടെ, ഇതിൻ്റെ കോർ തീം, കഥൻ്റെ ചുരുക്കം എന്ന് പറയുന്നത് ശിഖണ്ഡികളായിട്ടുള്ള അല്ലെങ്കിൽ ആണോ പെണ്ണോ എന്ന് മാനസികമായിട്ടാണ്, ശാരീരികമായി പെണ്ണ്, അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുള്ള ആളുകൾക്കിടെ അവർക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾ, അവർക്കുണ്ടാവുന്ന മാനസിക പ്രശ്നങ്ങൾ, അവർക്ക് സമൂഹത്തിൽ ഫേസ് ചെയ്യേണ്ടി വരുന്ന ചലഞ്ചുകളെ കുറിച്ച് ചർച്ച ചെയ്യുന്നതാണ്. അപ്പോൾ ഒന്നുമില്ല, മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റികളായിട്ടുള്ള ഇത്തരം ആളുകൾ, ഡിഫറെൻ്റായി സമൂഹത്തിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആളുകൾ സമൂഹത്തിൽ സഹിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ചേർത്ത് വായിക്കുന്ന ഒരു പാഠമാണ് ഇഞ്ചുറീസ്. അപ്പോൾ എന്താ ഇഞ്ചുറീസ് എന്ന് പേരിടാൻ കാരണം എന്ന് ചോദിക്കുകയാണെങ്കിൽ അതൊന്നുമില്ല, മനുഷ്യന്മാർ ഇവരെ ആക്രമിക്കുന്നതൊക്കെ ഒരു വേദനയായിട്ട്, ഒരു ഇഞ്ചുറി ആയിട്ട്, ഒരു മുറിവായിട്ട് അവർ കാണുകയാണ്. പക്ഷെ അവരെന്ത് ചെയ്യുന്നു, അവരെ വസ്ത്രം കൊണ്ടൊന്ന് മറച്ചു വെച്ച് മുന്നോട്ട് പോകുന്നു എന്നൊരാശയം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കവിത എഴുതിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇഞ്ചുറീസ് എന്ന പാഠം, അവരെ ഓരോ വേദനിപ്പിക്കലും ഒരു ഇഞ്ചുറി പോലെ അവർക്ക് തോന്നുന്നു എന്ന് കാണിക്കുകയാണ് വിജയരാജ മല്ലിക ഈ കവിതയിലൂടെ. അടുത്തത് യൂണിറ്റ് 2 ബ്ലാക്ക് ഔട്ട് എന്ന് പറയുന്നത് റോജർ മായസിൻ്റെ ഒരു കവിതയാണ്. വളരെ രസകരമായിട്ടുള്ള, എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ഒരു കവിതയാണ് ബ്ലാക്ക് ഔട്ട് എന്നുള്ളത്. തീർച്ചയായും നിങ്ങൾ വായിക്കുക. ഒന്നുമില്ല, അത് റോജർ മായസ് എഴുതി, 2 ചെക്കന്മാർ ഒരു ബാൽക്കണി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പെട്ടെന്ന് കറണ്ട് പോകുന്നു. അപ്പോൾ ഇവരെ എന്ത് ചെയ്യാണ്, കറണ്ട് പോക്കിൽ താഴത്തേക്ക് ഇറങ്ങിയിട്ട് ഇപ്പോൾ എല്ലാം ഒന്ന് കാണാനുള്ള ഒരു താല്പര്യം, അവർ ഫ്രീഡം കിട്ടിയല്ലോ, അതുവരെ അങ്ങനെ ലോക്കഡ് ആയിരുന്നു, എല്ലാവരും കാണുന്നുണ്ടായിരുന്നു. കറണ്ട് പോയപ്പോൾ ആരും കാണുന്നില്ല. ഇവർ വേറെ ഇറങ്ങി പുറത്തിറങ്ങിയിട്ട് പുറത്തുള്ള പ്രശ്നങ്ങളൊക്കെ കാണാൻ പോകുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഇതിൻ്റെ തീം എന്ന് പറയുന്നത്, നോക്കാൻ ആളില്ലെങ്കിൽ, ഫ്രീഡം കൺട്രോൾഡ് അല്ലെങ്കിൽ, വെളിച്ചമില്ലെങ്കിൽ, ഇരുട്ടത്ത് മനുഷ്യൻ്റെ സ്വഭാവം മാറുന്നു. ബ്ലാക്ക് ഔട്ട് ഉണ്ടാകുമ്പോൾ, കറണ്ട് പോകുമ്പോൾ ആളുകൾ ആകെ അവരുടെ മതവും അവരുടെ ആശയങ്ങളും അവരുടെ വാല്യൂസ് എല്ലാം നഷ്ടപ്പെടുന്നു എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടിലൂടെയാണ് ബ്ലാക്ക് ഔട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം മനുഷ്യൻ എന്ന് പറയുന്നത് ചാൻസ് കിട്ടിയാൽ ഉടായിപ്പെടുക്കും, അല്ലെങ്കിൽ വൃത്തികെട്ട പണി ചെയ്യും, അയാളെ മനുഷ്യത്വം ഇല്ലാതായി പോകുന്നു എന്ന് പറയുന്ന ഒരു ആശയമാണ്. അപ്പോൾ ഇതിലിങ്ങനെ കുട്ടികളിങ്ങനെ പോകുന്നു, പലതും കാണുന്നുണ്ട്. ഒരു നണ്ണിന് വർത്തമാനം പറയുന്നത് കാണുന്നുണ്ട്, അവിടെ തീവറി നടക്കുന്നുണ്ട്, ഇവരെന്നെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ അടിച്ച് മാറ്റി ഫുഡ് അടിക്കുന്നതൊക്കെ ഭാഗങ്ങളുണ്ട്. അപ്പോൾ കറണ്ട് പോയാൽ മനുഷ്യന്മാരുടെ സ്വഭാവം മാറുന്നു, അവസരം കിട്ടിയാൽ മനുഷ്യൻ ശരിയാവാത്ത, എന്താണ് മനുഷ്യനല്ലാതെ ആവുന്നു എന്ന് കാണിക്കുന്ന ഒരു റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ അവിടെ കാണിക്കുന്നുണ്ട്. ഇവർ കറുത്തവർക്കാരെ ആളുകളെ കാണിക്കുന്നുണ്ട് അവിടെ. അതേപോലെ കൊളോണിയലിസത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഡീറ്റെയിൽ വായിക്കുമ്പോൾ മനസ്സിലാവും. ചുരുക്കി പറഞ്ഞാൽ ബ്ലാക്ക് ഔട്ടിൽ മനുഷ്യനല്ലാതെ ആകുന്നു. ഹ്യൂമൻ ബീങ്സ് ബിക്കം ഇൻഹ്യൂമെയിൻ വെൻ ബ്ലാക്ക് ഔട്ട് ഹാപ്പൻസ്. അടുത്തത് യൂണിറ്റ് 3 ആണ് ട്വിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്ന് പറഞ്ഞിട്ട് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു ചെറിയ ഒരു സ്പീച്ചാണ്. സ്പീച്ച് നെഹ്റുവിൻ്റെ സ്പീച്ചാണ്, ഇൻഡിപെൻഡൻസ് ഡേക്ക് നടത്തിയിട്ടുള്ള സ്പീച്ചാണ്. അതിൽ ജസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ ബന്ധപ്പെട്ട് നമ്മൾ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്, ഇന്ത്യ എങ്ങനെ മുന്നോട്ട് പോകണം എന്നൊക്കെ പറയുന്ന ഒരു ടൈപ്പ് സ്പീച്ചാണ്. ഇത് എന്നാണ് പറഞ്ഞത്, ഇന്ത്യൻ്റെ ഇൻഡിപെൻഡൻസ് ഡേ എന്നാണ് പ്രസംഗിച്ചിട്ടുള്ളത്. ഇതിൽ മെയിനായിട്ടുള്ള തീം നാഷണൽ യൂണിറ്റി ആൻഡ് ഡെമോക്രാറ്റിക് വാല്യൂസ് ഒക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. സെലിബ്രേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ഡേ അതിൽ ചെയ്യുന്നുണ്ട്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിരിക്കുന്നു, ഇനി എന്തൊക്കെ ചെയ്യാൻ പോകണം, ഇന്ത്യക്ക് യൂണിറ്റി ഉണ്ടാവണം, പ്രോഗ്രസ് ഉണ്ടാവണം, ഡെമോക്രാറ്റിക് പ്രിൻസിപ്പൾ, ഡെമോക്രസിയെ ഉയർത്തെഴുന്നേറ്റ് പിടിക്കണം എന്നൊക്കെ പറയുന്ന തീമുകളാണ് ഇതിലുള്ളത്. കൂടുതൽ ഡീറ്റെയിൽ വേണമെങ്കിൽ അത് പാഠം വായിക്കുക. അതൊരു ഓർഡറിൽ പറയാൻ പറ്റാത്ത സാധനം ആയതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇൻഡിപെൻഡൻസ് ഡേക്ക് നെഹ്റു നടത്തിയ സ്പീച്ചാണ്. ഇന്ത്യൻ്റെ ഫ്യൂച്ചർ എങ്ങനെ ആയിരിക്കണം, ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണ്, ഈ ഭാവി എങ്ങനെയാവണം എന്നാണ് ചർച്ച ചെയ്യുന്നത്. അടുത്തത് ബ്ലോക്ക് 5 എത്തിക്സ് ആൻഡ് കൾച്ചർ എന്ന സാധനമാണ്. അപ്പം ഇതോടെ ഇമ്പോർട്ടൻ്റ് ആയൊരു ഭാഗമാണ്. ഇമാജിൻ എന്ന് പറഞ്ഞ യൂണിറ്റാണ് ആദ്യമായിട്ടുള്ളത്. യൂണിറ്റ് 1 ഇമാജിൻ ബൈ ജോൺ ലെനൻ. ഒന്നുമില്ല, അവർ ജസ്റ്റ് ഒരു നമ്മളൊന്ന് ഭാവിക്കാൻ പറയുന്നത്, ഒരു മതവും നാഷണലിസവും മതവും അതുപോലെ രാജ്യത്തിൻ്റെ അതിർത്തികളൊന്നും ഇല്ലാത്തൊരു ലോകത്തെ നിങ്ങളൊന്ന് ഭാവിച്ചു നോക്കൂ എന്ന് പറഞ്ഞിട്ടൊരു കവിതയാണ്. അപ്പം നമ്മളങ്ങനെ ഭാവിച്ചു നോക്കിയാൽ എല്ലാം സമാധാനപരമായിരിക്കും എന്നാണ് ജോൺ ലെനൻ പറയുന്നത്. അപ്പം മതവും
നാഷണലിസം, അതായത് ബൗണ്ടറീസ് ഇല്ലാത്ത, നാഷണൽ ബൗണ്ടറീസ് ഇല്ലാത്ത, റിലീജിയൻ ഇല്ലാത്ത ഒരു ലോകത്തെ നിങ്ങൾ എൻവിഷൻ ചെയ്യൂ, നിങ്ങൾ ഇമാജിൻ ചെയ്യൂ എന്ന് പറയുന്ന ഒരു കവിതയാണ് ജോൺ ലെനൻ്റെത്. അപ്പോൾ അങ്ങനെ പോയാൽ മതവും തോന്നും ഇല്ലെങ്കിൽ നല്ല ഹാർമണിക്ക, നല്ല യൂണിറ്റി ഉള്ള ലോകമായിരിക്കും എന്നാണ് ആര് പറയുന്നത്? ജോൺ ലെനൻ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കോർ തീം എന്ന് പറയുന്നത് പീസ് ആൻഡ് ഗ്ലോബൽ യൂണിറ്റി, സമാധാനവും ഗ്ലോബൽ യൂണിറ്റിയാണ്, മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ആയിരിക്കണം എന്നുള്ള ആശയമാണ്. പിന്നെ അതാണ് ഇതിൻ്റെ കോർ തീം. അപ്പോൾ ഇതിൻ്റെ ടേംസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഗ്ലോബൽ യൂണിറ്റി, സോഷ്യൽ ഡിവിഷൻസ് ഉണ്ടാവാൻ പാടില്ല. സോഷ്യൽ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ റിലീജിയൻ്റെ ബേസിൽ ഡിഫറൻസ്, മറ്റേ ഡിഫറൻസ്, ആ ഡിഫറൻസ് ഒന്നുമില്ല, മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ആയാൽ, യൂണിറ്റിയോട് മുന്നോട്ട് പോയാൽ സമാധാനം ഉണ്ടാവും എന്ന് പറയുന്ന ഒരു ഷോർട്ട് കവിതയാണ്. അപ്പോൾ ഇനി അടുത്തത് യൂണിറ്റ് 2 ഗിന്നി അല്ലെങ്കിൽ ഹൗസ് വൈഫ്, GINNI. അപ്പോൾ ഗിന്നി എന്ന് പറഞ്ഞാൽ ഹൗസ് വൈഫാണ്. ഒന്നുമില്ല, രബീന്ദ്രനാഥ് ടാഗോർ എഴുതിയിട്ടുള്ള ഒരു സ്കൂളത്തെ ഒരു ആശയം കൂടി ചേർത്തിട്ട് ടീച്ചിങ്ങിന് റിലേറ്റഡ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഒന്നുമില്ല, ഷിബിനാഥ് പണ്ഡിറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ടീച്ചർ എന്ത് ചെയ്യാണ്, അയാളുടെ ശൈലിയെക്കുറിച്ച് പറയണം. അയാളുടെ ശൈലി എന്ന് പറയുന്നത് അയാൾ കുട്ടികളൊക്കെ ടൈറ്റ് പേരിടുക, അവർക്ക് ഇഷ്ടമില്ലാത്തത് വിളിക്കുക, അങ്ങനത്തെ ഒരു സ്വഭാവമാണ്. അയാൾ വേദനിപ്പിക്കുന്നില്ല, അടിച്ചു വേദനിപ്പിക്കുന്നില്ല, മാനസികം അവരെ നശിപ്പിച്ച് കളയുന്ന സ്വഭാവമാണ്. അപ്പോൾ അശു എന്ന പേരുള്ള ഒരു ചെറിയ കുട്ടി എന്ത് ചെയ്യാണ്, സ്കൂളിലേക്ക് പോകുന്നുണ്ട് എപ്പോഴും. അപ്പോൾ ഒരു പാവം അത്യാവശ്യം പഠിക്കുന്ന ഒരു കുട്ടിയാണ്. പക്ഷേ ഈ ടീച്ചർ എപ്പോഴും ഈ കുട്ടീനെ എങ്ങനെ എന്താണ് കുട്ടീനെ എങ്ങനെ വേദനിപ്പിക്കും. കുട്ടി ലേറ്റായി വരും, അപ്പോൾ അതിന് അങ്ങനെ മുട്ടും കഴിയുമ്പോൾ നിർത്തിക്കുക, അങ്ങനെയൊക്കെ വിചാരിക്കുന്നത്. ഈ കുട്ടി ഒരു ഇൻട്രോവേർട്ടാണ്, ആരും മുന്നിൽ ഹൈലൈറ്റ് ചെയ്യപ്പെടാൻ താല്പര്യമില്ലാത്തൊരു കുട്ടി. പക്ഷേ എന്ത് ചെയ്യാണ്, ഹൈലൈറ്റ് ചെയ്യപ്പെടുകയാണ്. ഈ ടീച്ചർ തീരെ ശ്രദ്ധിക്കാതെ ടീച്ചർ വേദനിപ്പിക്കുകയാണ് മാനസികമായിട്ട്. അപ്പോൾ ഒരു ദിവസം എന്താ സംഭവിച്ചു വെച്ചാൽ, ഈ കുട്ടി അനിയത്തിൻ്റെ കൂടെ ബമ്മാച്ചൂട്ടി വെച്ച് ഇങ്ങനെ കളിക്കുകയായിരുന്നു. അപ്പോൾ അവർ ഈ ബമ്മാച്ചൂട്ടികളെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി പ്ലാൻ ഇട്ടതായിരുന്നു. പെട്ടെന്ന് മഴ ആയതുകൊണ്ട് ഈ ബമ്മാച്ചൂട്ടിയെ കല്യാണം കഴിപ്പിക്കാനുള്ള ആളെത്തിയില്ല. അപ്പം ഇയാളെന്ത് നമ്മുടെ അശു എന്ത് ചെയ്തെന്ന് വെച്ചാൽ 2 ബൊമ്മയും ചേർത്തിട്ട് ഒരു കല്യാണം നടത്താൻ പറ്റിയ ആളെ തപ്പി നടക്കുകയായിരുന്നു. എത്തിപ്പെട്ടത് ആരുടെ അടുത്താണ്? ഈ ഷിബിനാഥ് പണ്ഡിറ്റ് പറഞ്ഞ ചങ്ങായിയുടെ അടുത്താണ്. ചെങ്ങായ കിളി പറയുന്നത് നിൻ്റെ അടുത്താണോ വന്നത്, നല്ല കഥയായി. ഏതായാലും ഷിബിനാഥ് പണ്ഡിറ്റ് പിറ്റേ ദിവസം അശു വേഗം കണ്ട, പക്ഷേ അശുവിന് കുറച്ച് കഴിഞ്ഞാൽ അവളെ ബോധം വെക്കുന്നത്. ചെക്കനെ കഴിഞ്ഞപ്പം തന്നെ വേഗം ബെഡിൻ്റെ അടിയിൽ ഒളിച്ചിരുന്നു. എൻ്റെ അമ്മയെ വല്ലാത്ത അബദ്ധമായി പോയല്ലോ. ആ ബന്ധം തന്നെ ആയിരുന്നു. പിറ്റേ ദിവസം ക്ലാസ്സിൽ വന്ന മുതൽ ടീച്ചർ വിളിക്കാൻ നിന്നു. കൊടുത്ത പേരാണ്, ടൈറ്റ് കൊടുത്ത പേരാണ് എന്ത്, ഗിന്നി, ഹൗസ് വൈഫ്. ആ പെൺകുട്ടിയുടെ കളി കളിക്കുന്ന ഹൗസ് വൈഫ് അതാ വരുന്നത്, ഗിന്നി. അപ്പോൾ ഈ കുട്ടിക്ക് ചെറുപ്പത്തിൽ തന്നെ എന്ത് ചെയ്യണം, ഇങ്ങനൊരു താൻ ആണല്ല പെണ്ണാണ് എന്നൊക്കെ തോന്നിക്കുന്ന ഒരു ജെൻഡർ റോൾസിനെ കുറിച്ചൊക്കെ ഒരു മാറ്റങ്ങളും ചിന്തകളിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന, മാനസികമായിട്ട് ഉണ്ടാക്കുന്ന, ടീച്ചിങ്ങിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെയാണ് ഈ ഒരു ഹൗസ് വൈഫ് എന്നുള്ള ഗിന്നി എന്ന പേരുള്ള ഈ ഒരു കഥൻ്റെ രബീന്ദ്രനാഥ് ടാഗോറിൻ്റെ കഥൻ്റെ തീം. അടുത്തതായിട്ടുള്ളത് ബ്ലോക്ക് 6 ആണ്, ലാസ്റ്റ് ബ്ലോക്കാണ് ഗ്ലോബലൈസ്ഡ് സൊസൈറ്റി. അപ്പോൾ ഗ്ലോബലൈസേഷൻ അങ്ങനത്തെ വിഷയങ്ങളെ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളാണ്. വളരെ സിമ്പിൾ സാധനമാണ്, ഒന്നും അത്ര റിസ്ക് ഒന്നുമില്ല. അപ്പോൾ ഏതായാലും ഇതിൽ ചർച്ച ചെയ്യുന്നത് ദി യുണൈറ്റഡ് ഫ്രൂട്ട് കമ്പനി എന്ന് പറയുന്നുള്ള ഫസ്റ്റത്തെ യൂണിറ്റ്, യുണൈറ്റഡ് ഫ്രൂട്ട് കമ്പനി ബൈ പാബ്ലോ നെറൂഡ. ഒരു കവിതയാണ്. ഒന്നുമില്ല, യുണൈറ്റഡ് ഫ്രൂട്ട് കമ്പനി എന്ന് പറയുന്നത് പണ്ട് അമേരിക്ക ഒരു കോളനി ആയിരുന്നു. പക്ഷെ പിന്നെ കോളനി ഇല്ലാതായിട്ടുണ്ടെങ്കിൽ പോലും പിന്നെ സംഭവിച്ചത് ഒരുപാട് കോർപ്പറേറ്റ് കമ്പനികൾ വന്നിട്ട് എന്ത് ചെയ്തു, അവർ ഭരിക്കാൻ തുടങ്ങി. അപ്പോൾ കണ്ടാൽ അവർ ഫ്രീ ആണ്, പക്ഷേ അതിൻ്റെ അകത്തുള്ള കമ്പനികളെ ഇവർ ഭരിക്കുന്നത്. അതിൽ ഒരുപാട് കമ്പനികളുടെ കൊക്കക്കോള ഒക്കെ പേരൊക്കെ എടുത്ത് പറയുന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇയാൾ ഫോക്കസ് ചെയ്തിട്ടുള്ള, പാബ്ലോ നെറൂഡ ഫോക്കസ് ചെയ്തിട്ടുള്ളത് യുണൈറ്റഡ് ഫ്രൂട്ട് കമ്പനിയാണ്. അപ്പോൾ അതിൽ പറയുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ചുരുക്കി പറഞ്ഞാൽ കൊളോണിയലിസം, രാജ്യം ഭരണ കീഴിൽ നിന്ന് പോയി കൊളോണിയലിസത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. പക്ഷേ ഇപ്പം കൊളോണിയലൈസ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ക്യാപിറ്റലിസം കൊണ്ടാണ്, അതായത് കമ്പനികളാണ് ഭരിക്കുന്നത്. അപ്പോൾ ഇപ്പം ഇതൊരു ബനാന റിപ്പബ്ലിക് ആയിട്ടുണ്ട്. ഈ ഫ്രൂട്ട് കമ്പനി എന്ന് പറയുന്നത്, ഫ്രൂട്ട് പറഞ്ഞാൽ ബനാന എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ഈ യുണൈറ്റഡ് ഫ്രൂട്ട് കമ്പനീൻ്റെ പ്രധാന ചരക്ക് എന്ന് പറഞ്ഞാൽ ബനാനയായിരുന്നു. അപ്പോൾ ബനാന ഉണ്ടാക്കിപ്പിക്കാൻ പറയും, എന്നിട്ട് അവരിത് ഉപയോഗപ്പെടുത്തിയിട്ട് ഇവിടുത്തെ ആൾക്കാരെ ചൂഷണം ചെയ്യുന്നു. അപ്പോൾ ഇതൊരു ബനാന റിപ്പബ്ലിക് ആയി മാറി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ ഡീറ്റെയിൽ മനസ്സിലാവും. അപ്പം ഫോറിൻ കോർപ്പറേറ്റ് ഡോമിനൻസ് ആണ് ഇതിൻ്റെ കോർപ്പറേറ്റ് ഇമ്പീരിയലിസം, അതായത് കോർപ്പറേറ്റുകളാണ് ഇവിടെയൊക്കെ ഭരിക്കുന്നത്, അവരാണ് എല്ലാവരെയും ചൂഷണം ചെയ്യുന്നത് എന്ന ആശയമാണ്. എക്സ്പ്ലോയിറ്റേഷൻ എന്നൊക്കെയാണ് ഇതിൻ്റെ പൂർത്തി. അവസാനത്തെ യൂണിറ്റ് ഉള്ളത് ഗ്ലോബലൈസേഷൻ ആൻഡ് ദ ഹ്യൂമൻ ഇമാജിനേഷൻ എന്ന് പറഞ്ഞിട്ട് ശശി തരൂരിൻ്റെ ഒരു സ്പീച്ചാണ്. ഒരുപാട് മുമ്പ് വെച്ച് നടത്തിയിട്ടുള്ളൊരു ചെറിയ സ്പീച്ചാണ് ഈ സ്പീച്ച്. അപ്പോൾ അതിലൊന്നുമില്ല, ഗ്ലോബലൈസേഷനും അതേപോലെ തന്നെ മൂപ്പരോട് പറഞ്ഞ്, ശശി തരൂരെ നിങ്ങൾ വലിയ UN ഒക്കെ ആളല്ലായിരുന്നോ, അപ്പോൾ നിങ്ങൾ എന്ത് യുണൈറ്റഡ് നേഷനും ചേർക്കണം, നിങ്ങൾ വലിയ ലിറ്ററേച്ചറിൻ്റെ ആളായത് ലിറ്ററേച്ചർ കൂടി ചേർത്തിട്ട് സ്പീച്ച് പറയണം. അങ്ങനെ മൂപ്പർ പ്രസംഗിച്ചൊരു സ്പീച്ചാണ് ഗ്ലോബലൈസേഷൻ ഹ്യൂമൻ ഇമാജിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ബീങ്സ് എല്ലാവരും എന്താണ്, ഒരു വിരൽത്തുമ്പിൽ എല്ലാവർക്കും, ഇപ്പോൾ അമേരിക്കയുടെ സാധനം എനിക്ക് ഇവിടെ തൊട്ടാൽ എൻ്റെ വീട്ടിലേക്ക് എത്തിത്തരും, അങ്ങനത്തെ ഒരു രീതിയിലാണ് നമ്മൾ എന്നുള്ളത്. പക്ഷേ ഇങ്ങനെയൊക്കെ അഡ്വാൻസ്മെൻറ്റ് ഉണ്ട്, പക്ഷേ അതിനെക്കൊണ്ട് ദുരന്തവും ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് പ്ലെയിൻ കണ്ടുപിടിച്ചത് ഗ്ലോബലൈസേഷൻ്റെ കാലഘട്ടമാണ്, എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ട് ട്രാവൽ ചെയ്യാൻ വേണ്ടിയാണ്. പക്ഷേ അത് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്തത്, അൽഖായ്ദ എന്ത് ചെയ്തിട്ടുള്ളത്, 9/11 സംഭവിപ്പിച്ചു, 2 ട്വിൻ ടവറുകളൊക്കെ നശിപ്പിച്ചത് അല്ലേ, അങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അതായാലും ആ വിഷയങ്ങളൊക്കെ മുമ്പിൽ എടുത്ത് പറഞ്ഞിട്ട് പറയുകയാണ്, അങ്ങനെ പോരാ, നമ്മൾ ഈ ആളുകളെ ഒരുമിച്ച് കൂട്ടണമെങ്കിൽ അവർക്ക് അവയർനെസ് കൊടുക്കണം. തെറ്റിദ്ധാരണ കാരണമാണ് എന്ത് ടെററിസം ഉണ്ടാകുന്നത്. അപ്പോൾ ടെററിസം ഇല്ലാതിരിക്കാൻ എന്ത് ചെയ്യണം, ഹ്യൂമൻ ഇമാജിനേഷൻ യൂസ് ചെയ്യണം, ലിറ്ററേച്ചർ യൂസ് ചെയ്യണം, കവിതകൾ വായിപ്പിക്കണം, ബാക്കിയുള്ളവരെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മാറ്റിച്ചു കൊടുക്കണം എന്നൊക്കെ പറയുന്ന ഒരു ചുരുക്കി പറഞ്ഞാലുള്ള വെർഷനാണ് എന്ത് ശശി തരൂർ ആ സ്പീച്ച്.
അപ്പോൾ മെയിൻ കീ പോയിന്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് കൾച്ചറൽ ഇമ്പാക്ട് ഓഫ് ഗ്ലോബലൈസേഷൻ കാരണം ഉണ്ടായ ഇമ്പാക്റ്റുകൾ എന്തൊക്കെയാണ്, നല്ലതുകൊണ്ട് ചീത്തതുകൊണ്ട്, എന്തൊക്കെ ഉപകാരം ഉണ്ടായിട്ടുണ്ടോ അത് വെച്ച് ഉപദ്രവവും എല്ലാം ഉണ്ടായിട്ടുണ്ട്. അപ്പം ഗ്ലോബൽ ലെവലിൽ വലിയ മാറ്റം ഉണ്ടായിട്ടില്ല. ഈ 9/11 സംഭവിക്കുന്നത് വരെ അമേരിക്കയായിരുന്നു ഏറ്റവും ടോപ്പ് പവർ. പക്ഷേ 9/11 സംഭവിക്കുന്നതോട് കൂടെ അമേരിക്കയും സേഫ് അല്ല എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു ആശയം കൂടി അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇതിനാകെയുള്ള രക്ഷ എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ഇമാജിനേഷൻ ഉപയോഗിക്കുകയാണ്, തെറ്റിദ്ധാരണകൾ മാറ്റി കൊടുക്കലാണ്, കവിതകൾ വായിക്കലാണ്, കഥകൾ എഴുതലാണ് എന്ന് പറയുന്നതാണ് ചുരുക്കം. അപ്പോൾ ഇതിൻ്റെ ഒന്നിൻ്റെയും ഡീറ്റെയിൽ വേർഷൻ ഞാൻ പറഞ്ഞിട്ടില്ല, ഒന്നും സമയമില്ലാത്തതുകൊണ്ടാണ്. പിന്നെ പലതും ഞാനും എൻ്റെ പഠനത്തിലാണ്, അതിൻ്റെ തിരക്കുകളൊക്കെ ആയിട്ടുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എല്ലാത്തിൻ്റെയും ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് വായിച്ചു നോക്കുക. ഇനി അഥവാ സമയമില്ല എന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ വല്ലതും കവിതകൾ ഇതിൻ്റെ ഒക്കെ പേരടിച്ചിട്ട് അതങ്ങോട്ട് കേട്ട് നോക്കുക, ഇതിനെക്കുറിച്ചുള്ള ടോക്കുകൾ കേൾക്കുക, ജസ്റ്റ് മനസ്സിലാക്കുക, എന്നിട്ട് പരീക്ഷയ്ക്ക് പോയിട്ട് അടിച്ചുപൊളിച്ച് എഴുതുക. എല്ലാത്തിൻ്റെയും ഇമ്പോർട്ടൻ്റ് ചെയ്യേണ്ട പണി എന്ന് പറഞ്ഞാൽ, ഇപ്പം നിങ്ങൾക്ക് സമയം ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പണി എന്ന് പറഞ്ഞാൽ ഓരോ പാഠം ആരെ എഴുതി, ആ പാഠത്തിൻ്റെ പേരെന്ത്, ഇതിലെന്താണ് പറയുന്നതിൻ്റെ സമ്മറി ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പേപ്പർ അറ്റ്ലീസ്റ്റ് നിങ്ങൾ കാണാപ്പാഠം പഠിച്ച് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സാം സുഖമായിട്ട് ജയിക്കാൻ പറ്റും. അപ്പം until next time, till then, bye bye, take care.